Welcome back to ICT Learning Series episode number 23. ICT ലേണിംഗ് സീരീസിൽ നമ്മൾ ഇതുവരെ ഒരുപാട് ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റിനെ പറ്റി പഠിച്ചു. ലിക്വിഡിറ്റിയിൽ തന്നെ പല ടൈപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കൈൻഡ് ഓഫ് ലിക്വിഡിറ്റീസ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അനദർ കൈൻഡ് ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ പറ്റിയാണ്. ഈ ഒരു ഫോം ഓഫ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പവർഫുള്ളും ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എൻവോക്ക് എന്ന് പറയും. എന്താണ് എൻവോക്ക്? എൻവോക്ക് എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് ക്യാൻഡിലിന്റെ ഓപ്പണിംഗിന്റെ ടൈമിൽ ഉണ്ടാവുന്ന ഗ്യാപ്പിൽ ലിക്വിഡിറ്റി ഉണ്ടാവുമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അതായത് ഫോറക്സ് ട്രേഡിംഗിൽ വർക്കിംഗ് ഡേയ്സ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മിക്ക സമയത്തും മാർക്കറ്റ് ഒന്നല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ നൽകിക്കൊണ്ടായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാറ്. സോ അങ്ങനെ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എൻവോക്ക് എന്ന് വിളിക്കുക, അതായത് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. ഇപ്പൊ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ആ ഒരു പോയിന്റും മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ഒരു പോയിന്റും, ആ രണ്ട് പ്രൈസ് ലെവൽസ് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് അപ്പോ ആകാം അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണോ ആകാം. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അത് നമുക്കൊരു ലിക്വിഡിറ്റി പോയിന്റ് ആയിട്ടുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ അവിടെ എൻട്രീസ് നോക്കാവുന്നതാണ്. എൻവോക്കിനെ മാർക്കറ്റിൽ കോമൺ ആയിട്ട് പറയുന്നത് ഒരു മാഗ്നറ്റ് ആയിട്ടാണ്. അതായത് മിക്കപ്പോഴും മാർക്കറ്റിൽ എൻവോഗുകൾ വരുമ്പോൾ മാർക്കറ്റ് ആ ഒരു എൻവോഗിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എൻവോഗുകളെ ഒരു മാഗ്നറ്റ് ആയിട്ട് മാർക്കറ്റിൽ റിഫർ ചെയ്യുന്നത്. സോ നമ്മുടെ ബയാസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻവോഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ആ എൻവോഗിൽ മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ആ എൻവോഗിൽ നിന്ന് നമുക്ക് ബൈ എൻട്രീസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അഥവാ നമ്മുടെ വ്യൂ ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രീമിയം അറിയുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ഷോർട്ട്സ് എൻട്രീസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻവോഗ് വരെ ആസ് എ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഷോർട്ട് സെല്ലിംഗ് എൻട്രീസ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് എൻവോഗിന്റെ അഡ്വാൻറ്റേജ് ആസ് ആൻ ഇൻട്രാഡേ ഓർ സ്വിംഗ് ട്രേഡർ നമ്മൾ എടുക്കേണ്ടത്. ചാർട്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈമിൽ നമ്മൾ അവിടെ പഠിച്ച വേറൊരു തിയറി ഉണ്ട്. മറ്റൊന്നുമല്ല മീൻ ത്രഷോൾഡ്. ആ ഒരു മീൻ ത്രഷോൾഡ് എൻവോഗിന്റെ കാര്യത്തിലും റിലവൻസ് ആണ്. കാരണം ഒരു എൻവോഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മോസ്റ്റ് ഓർഡേഴ്സ് അഥവാ ഒരു മോസ്റ്റ് ലിക്വിഡിറ്റി നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ 50% ലെവൽ അഥവാ അതിന്റെ മീൻ ത്രഷോൾഡിലായിരിക്കും. എന്തുകൊണ്ടാണ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പുകൾ വരുന്നത്? മോസ്റ്റ് ലൈക്ലി മാർക്കറ്റിൽ ചെറിയ ഗ്യാപ്പുകളായിരിക്കും വരാൻ പ്രോബബിലിറ്റി. പക്ഷെ ചില സമയത്തൊക്കെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഹ്യൂജ് ഗ്യാപ്പ് ഡൗണോ മൺഡേ ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റഡ് കറൻസി പെയറിന്റെ ഫണ്ടമെന്റൽ ഡെവലപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ആസ് ആൻ ഇൻട്രാഡേ ഓർ സ്വിംഗ് ട്രേഡർ ഫണ്ടമെന്റൽ അനാലിസും കീപ്പപ്പ് ചെയ്യുന്നതിന്റെ റിലവൻസ് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനഫ് വിത്ത് ദ തിയറീസ്. നമുക്കിനി എൻവോഗ് ചാർട്ടിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ അതിന്റെ അഡ്വാൻറ്റേജ് ആസ് ആൻ ഇൻട്രാഡേ ഓർ സ്വിംഗ് ട്രേഡർ എടുക്കണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് യൂറോ USDയുടെ FXCMന്റെ ചാർട്ടാണ്. 1 hour ടൈം ഫ്രെയിം ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇത് ഫ്രൈഡേ ആണ് ഈ ഒരു ചാർട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, താഴെ കാണാം, കണ്ടില്ല, ഫ്രൈഡേ ആണ് ഇവിടെ ഉള്ളത്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഫ്രൈഡേയുടെ ഈ ഒരു ക്ലോസിംഗ് മുതൽ മൺഡേയുടെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ മൺഡേയുടെ ഓപ്പണിംഗ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ മൺഡേയുടെ ഈ ഒരു ഓപ്പണിംഗ് വരെ ഈ ഒരു ലെവലാണ് നമ്മുടെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് അഥവാ എൻവോഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മാർക്കറ്റ് ഓൾറെഡി ഒരു ഡിസ്കൗണ്ടഡ് ഏരിയയിലാണ്. സോ നോർമൽ കേസിൽ ഡിസ്കൗണ്ടഡ് ഏരിയയിൽ നമ്മൾ ബൈയിങ് ആണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഇവിടെ ഒരു എൻവോഗ് ഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു എൻവോഗ് ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താണ് മുകളിലേക്ക് ഒരു മൊമെന്റ് തന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കണ്ടിന്യൂസ്ലി പോയിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തു? ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ആ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ ലിക്വിഡിറ്റി ഉണ്ട്, അഥവാ പെൻഡിങ് ഓർഡേഴ്സ് അവിടെ കിടപ്പുണ്ട്. സോ മാർക്കറ്റ് വരികയും അതിന്റെ മീൻ ത്രഷോൾഡിൽ മിറ്റിഗേറ്റ് ചെയ്യുകയും വീണ്ടും ത്രഷോൾഡിൽ ട്വൈസ് ആണ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്തത്. അതായത് 2 പ്രാവശ്യം മീൻ ത്രഷോൾഡിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ആ ഒരു വീക്കിലെ ബൈയിങ് റാലി കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. സോ ആസ് ആൻ ഇൻട്രാഡേ ട്രേഡർ നമുക്ക് 5 or 50 മിനിറ്റ്സിൽ റിഫൈൻ ചെയ്തുകൊണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കിതൊരു കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഒരു കേസിൽ പറയുമ്പോൾ
ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് നമുക്കിവിടെ എൻട്രീസ് നോക്കാവുന്നതാണ്. ഇങ്ങനെയാണ് എൻവോഗിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. എൻവോഗിന്റെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് S&P 500ന്റെ 4-hour ടൈം ഫ്രെയിം ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സിനാരിയോയിൽ പറയുമ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ, ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ. സോ ഒബ്വിയസ്ലി അവിടെ എന്താണ്, നമുക്കൊരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് അഥവാ എൻവോഗ് നമുക്കിവിടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് മൺഡേ തന്നെ റീട്രേസ് ചെയ്ത് വരികയും ആ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ നല്ല രീതിയിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് അടുത്തൊരു നല്ലൊരു ബൈങ് മൊമെന്റം നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമുകളിൽ നമുക്ക് ഇതുപോലെ റിഫൈൻ ചെയ്തുകൊണ്ട് ഇവിടെ ഇതുപോലെയുള്ള കീപ് ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളിൽ എൻട്രീസ് നോക്കാവുന്നതാണ്. എൻവോഗിന്റെ ഒരു ബെയറിഷ് കേസ് സിനാരിയോ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് S&P 500ന്റെ 4-hour ടൈം ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു വലിയ ഗ്യാപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആ വീക്കിലേക്കുള്ള എൻവോഗ് ആക്കി നമ്മൾ എടുക്കുക. സോ എൻവോഗ് അവിടെ ഫോം ചെയ്തതിന് ശേഷം ആ ഒരു വീക്കിലെ തേഴ്സ്ഡേ തന്നെ വന്ന് ആ എൻവോഗിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മാർക്കറ്റ് ഒരു ഹ്യൂജ് ഡൗൺ സൈഡ് മൊമെന്റം മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ആസ് ആൻ ഇൻട്രാഡേ ട്രേഡർ നമുക്ക് ലോവർ ടൈം ഫ്രെയിമുകളിൽ റിഫൈൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ എൻട്രീസ് നോക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് അഥവാ എൻവോഗിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കേണ്ടത്. സോ ഈ ഒരു തിയറി നിങ്ങൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ കറൻസി വിപ്സിന്റെ ഫ്രീ പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പിലോ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഞങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ICT ലേണിംഗ് സീരീസിന്റെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് എപ്പിസോഡുമായിട്ട് കറൻസി വിപ്സ് ഉടനെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ്, ഫൗസ് ഫ്രം കറൻസി വിപ്സ്.